ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്ന ഒരു ചോദ്യമാണ്, ബന്ധപ്പെടുമ്പോൾ സമയം കൂട്ടുവാൻ എന്താണ് മാർഗം, എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് പേർക്ക് ഉള്ള ഒരു സംശയവുമാണിത്. സാധാരണഗതിയിൽ മറ്റുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിൽ, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നീർക്കെട്ട്, മൂത്രാശയത്തിലെ അണുബാധ, ഹോർമോണിൻ്റെ തകരാറുകൾ, ഇങ്ങനെയുള്ള മറ്റ് ശാരീരികമായുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വ്യക്തികളിൽ പെട്ടെന്ന് സ്ഖലനം നടന്നു പോകുന്നത് മിക്കവാറും ഒരു ശീലത്തിൻ്റെ ഭാഗമാണ്. കാരണം വർഷങ്ങളായി സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ ക്വിക്കായിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ക്ലൈമാക്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണത്. ഇന്ന് തന്നെ വന്ന ഒരു രോഗി പറയുകയുണ്ടായി, ഡോക്ടർ യൂട്യൂബിൽ പറഞ്ഞത് ശരിയാണ്, ഞാൻ സ്വയംഭോഗം തുടങ്ങിയ കാലത്ത് ആ സുഖം പെട്ടെന്ന് തന്നെ വരാൻ വേണ്ടി വളരെ വേഗത്തിൽ സ്വയംഭോഗം ചെയ്ത് ശീലിച്ചിരുന്നതാണ്. അതിപ്പോൾ ഒരു പാറ്റേണായി മാറി. ഡോക്ടർ പറഞ്ഞതുപോലുള്ള ചില നിർദ്ദേശങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ കൂടെ എനിക്ക് സമയം കൂടുതൽ കിട്ടുന്നുണ്ട്. അദ്ദേഹം മറ്റൊരു പ്രശ്നവുമായിട്ടാണ് ഇന്ന് വന്നത്. അപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചത്. മാത്രമല്ല അടുത്ത ദിവസം തന്നെ ഒരു ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന സമയത്ത് വളരെ വേഗത്തിൽ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യണം. നമ്മൾ തെറ്റായ ശീലങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ വിഷമമാണ് പലപ്പോഴും. വളരെ വേഗത്തിൽ ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ അതേ ആ ഒരു ലേണിങ്, നമ്മൾ ലേൺ ചെയ്ത ഒരു ഹാബിറ്റ് ലൈംഗിക ബന്ധത്തിൻ്റെ സമയത്തും ചിലപ്പോൾ അതുപോലെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചു കൊള്ളണം യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാൾക്ക് സ്കൂട്ടർ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കണം. ബൈക്ക് ഓടിക്കാൻ പഠിക്കാനായിട്ട് വളരെ വിഷമം. ആദ്യം തന്നെ ഒരു ബൈക്ക് എടുത്ത് നേരെ ആരെങ്കിലും ഹാൻഡിലും പിടിപ്പിച്ച് തന്നാൽ മൂക്കും കുത്തിയോടെ മറിഞ്ഞ് വീഴും, അത് ഉറപ്പാണ്. കുറേ ദിവസങ്ങൾ ആരെങ്കിലും കൂടെ സഹായിച്ച് തള്ളിക്കൊണ്ട് നടന്ന് അതിൻ്റെ ഹാൻഡിലൊക്കെ നേരെ പിടിച്ച് നമ്മളെ പഠിപ്പിച്ചെടുക്കണം, അറിയാൻ വയ്യാത്ത ഒരാളെ. അതേസമയം ഈ വ്യക്തിക്ക് സൈക്കിളിൽ നല്ല ബാലൻസ് ഉള്ള ഒരാളാണെങ്കിൽ വളരെ വേഗമാണ് ബൈക്ക് പഠിക്കാനും അല്ലെ സ്കൂട്ടർ പഠിക്കാനും. അത് പലരും പറയാറുമുണ്ട്, നീ ആദ്യം പോയി സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ട് വാ, അത് കഴിഞ്ഞ് നമുക്ക് സ്കൂട്ടറോ ബൈക്കോ ഒക്കെ പഠിക്കാം, അപ്പോൾ എളുപ്പമാണ്. എന്താണ് സംഭവം? ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ് ആണ് അവിടെ. അതായത് സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ ഹാൻഡിൽ ബാലൻസ് എന്ന് പറയുന്നത്, ആ ഒരു ബാലൻസിൽ സൈക്കിളിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശീലിച്ച ഒരു ശീലം, ആ നോളജിനെ മറ്റൊരവസരത്തിൽ സ്കൂട്ടറോ ബൈക്കോ ഓടിക്കുമ്പോൾ ആ ഒരു നോളജിനെ അതേമാതിരി ഇപ്പുറത്തേക്ക് നമ്മൾ മാറ്റി പ്രതിഷ്ഠിക്കുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫർ ഓഫ് ട്രെയിനിങ്. അതേപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുമ്പോഴും വളരെ വേഗത്തിൽ കൈകൊണ്ട് പിടിച്ച് അല്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്ത് സ്ഖലനം നടത്തി ശീലിച്ച വ്യക്തികൾ ബന്ധത്തിലും ഒരു പക്ഷേ അങ്ങനെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് ചെയ്യുക. ഇനി ലൈംഗിക ബന്ധത്തിൽ ഇടപെടുന്ന സമയത്തും വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഖലനം നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കഴിയുന്നത്ര സ്ലോ ആയിട്ട് വേണം തുടങ്ങാൻ. ആവശ്യത്തിനുള്ള ഫോർപ്ലേകൾ അല്ലെങ്കിൽ രതിപൂർവ്വ ലീലകളിലൊക്കെ ഇടപെട്ടതിന് ശേഷം കഴിയുമെങ്കിൽ സ്ത്രീക്ക്, എല്ലാ സ്ത്രീകൾക്കും പെനീസ് ഉള്ളിൽ കയറി ബന്ധപ്പെടുന്ന സമയത്ത് തന്നെ ഓർഗാസം കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അങ്ങനൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ഭൂരിഭാഗം സ്ത്രീകൾക്കും അവരുടെ ക്ലിറ്റോറിസിൻ്റെ ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ തൃപ്തി കിട്ടുന്നത്. അതിലൂടെയാണ് പലരും ഓർഗാസം അച്ചീവ് ചെയ്യുന്നത്. അതുകൊണ്ട് രതിപൂർവ്വ ലീലകളുടെ സമയത്ത് നിങ്ങളുടെ പങ്കാളിക്ക് ഒരു ഓർഗാസത്തിലെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നല്ലതാണ്. അതിനുശേഷം ബന്ധപ്പെടുമ്പോൾ ഒരു ഉത്കണ്ഠ ഉണ്ടാവില്ല. കാരണം പങ്കാളിക്ക് ഓൾറെഡി ഒരു സുഖം കിട്ടിക്കഴിഞ്ഞു. പിന്നെ രണ്ടാമത് ബന്ധത്തിലൂടെ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയമെടുത്ത് സാവധാനം ബന്ധപ്പെടാനായിട്ട് കഴിയും. അങ്ങനെ ചെയ്യുമ്പോൾ ടൈം കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുക. ഇതേപോലുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നീട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇത് റെഗുലർ ആയിരിക്കണം ഈ പ്രാക്ടീസ്. വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് സ്ഖലനം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് ചില വ്യക്തികൾ ഇപ്പോൾ കോഴിക്കോടോ വയനാടോ ഉള്ള
ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുടുംബവും എല്ലാം അവിടെ ആയിരിക്കും. ജോലി ചെയ്യുന്നത് ചിലപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലായിരിക്കും. നല്ല തിരക്കുള്ള ജോലിയായിരിക്കാം. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം വീട്ടിലെത്തുന്ന ചിലപ്പോൾ 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ശനിയും ഞായറും സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും നോക്കിയായിരിക്കും വീട്ടിലെത്തുന്നത്. ആ 2 ദിവസം ബന്ധപ്പെടാൻ നോക്കുമ്പോൾ വളരെ പെട്ടെന്ന് സെമൻ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം വലിയൊരു ഗ്യാപ്പിന് ശേഷം ബന്ധപ്പെടുന്നുള്ളൂ. അപ്പോൾ ഭാര്യയുമായിട്ട് ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാർ കഴിയുന്നത്ര റെഗുലറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയം കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സമയം ശ്രദ്ധയോടുകൂടി അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് ഒരു കൺട്രോള് സ്വയം ആർജിച്ചെടുക്കാനായിട്ട് കഴിയും. അങ്ങനെയൊന്നും പറ്റാത്ത അവസരത്തിലാണ് ചികിത്സയ്ക്ക് റോൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ശുക്ലവിസർജനത്തിന് ശേഷം വേദന, നീറ്റൽ, പുകച്ചിൽ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സിനെ സമീപിച്ച് അനുയോജ്യമായ പരിശോധനകളും ചികിത്സയും നടത്തേണ്ടതാണ്. അല്ലാത്തവർക്ക് ഇത് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ല. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. മാത്രമല്ല ഒപ്പം ഈ ചാനലിന് നിങ്ങൾ തരുന്ന പ്രോത്സാഹനങ്ങളും ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. വീണ്ടും അതുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.